നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാതല ദുരിതാശ്വാസ ശേഖരണ കേന്ദ്രം ശ്രീനാരായണ കോളേജിൽ പ്രവർത്തനം തുടങ്ങി. സഹായവുമായി ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി. കേരളത്തിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനായി കേരള യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിൻ്റെ NSS യൂണിറ്റ് 27 A&Bയുടെ നേതൃത്വത്തിൽ ജില്ലാതല ദുരിതാശ്വാസ സാധന ശേഖരണ കേന്ദ്രം ഇന്ന് കൊല്ലം ശ്രീനാരായണ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളും പൊതുജനങ്ങളും സഹായ സാധനങ്ങളുമായി എത്തി. കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ കൊല്ലം ശ്രീനാരായണ കോളേജ് അക്കാദമിക മികവിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ സ്ഥാപനമാണ്. കോളേജിലെ നാഷണൽ സർവീസ് സ്കീം NSS യൂണിറ്റ് 27 A&B വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. ജില്ലാതല ശേഖരണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ GKPA കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും പ്രളയബാധിത പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി ശേഖരണ കേന്ദ്രത്തിൽ കൈമാറി. കൊല്ലം ശ്രീനാരായണ കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തർ സംഘടനയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച സഹായ സാധനങ്ങൾ കൊല്ലം ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ S. ലൈജുവിന് കൈമാറി. ഡോക്ടർ ലൈജുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ NSS പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീമതി അർച്ചന PJ, ഡോക്ടർ ശ്രുതി N, ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ്, ജോയിൻറ്റ് സെക്രട്ടറി അലക്സാണ്ടർ സെബാസ്റ്റ്യൻ, റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ നൌഷർ റാവുത്തർ, കേരള സിവിൽ ഡിഫൻസ് സേന കടപ്പാക്കട നിലയം വാർഡൻ മുഹമ്മദ് സുഹൈൽ, NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ ജയകുമാർ, അഭിഷേക്, NSS വോളണ്ടിയർമാരും ചടങ്ങിൽ സജീവ സാന്നിധ്യമായി. പരിപാടിക്ക് ഡോക്ടർ അശ്വതി ചന്ദ്രഭാനു നന്ദി രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള പ്രളയബാധിത മേഖലകളിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ശുചിത്വ സാമഗ്രികൾ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ സഹായങ്ങൾ വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുമെന്ന് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ദുരിതത്തിലായ സഹജീവികൾക്കൊപ്പം നിൽക്കുക എന്നത് ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്വമാണ്. എല്ലാവരും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പരമാവധി സഹായങ്ങൾ നൽകണം എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം. പ്രിയപ്പെട്ട പ്രവാസി അസോസിയേഷൻ്റെ ഭാരവാഹികൾ, മറ്റ് സന്നദ്ധ സംഘടനകളിൽ എത്തിയിട്ടുള്ള ലീഡേഴ്സ്, NSS വോളണ്ടിയേഴ്സ്, NSS പ്രോഗ്രാം ഓഫീസേഴ്സ്, കൊല്ലം ശ്രീനാരായണ കോളേജിനെ സംബന്ധിച്ച് ഏറെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കലാലയമാണ്. ആ സാമൂഹിക പ്രതിബദ്ധതയോടനുബന്ധിച്ചിട്ട് എപ്പോഴും നമ്മുടെ NSS വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സജീവമായിട്ട് മുൻ വർഷങ്ങളിലും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. 2018 നടന്ന പ്രളയത്തിലും തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു ടീമാണ് നമ്മുടെ NSS ടീമെന്ന് പറയുന്നത്. ഈ വർഷത്തെ പ്രളയം അനുഭവിച്ച അതേ പ്രളയബാധിത മേഖലകളിലോട്ടുള്ള സേവനത്തിലും കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ബോട്ട് സർവീസും അതുപോലെ തന്നെ ഇവിടുത്തെ ധാരാളം ആളുകൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിലീഫ് സെൻ്ററുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ സെൻ്ററായിട്ട് കൊല്ലം ശ്രീനാരായണ കോളേജ് ചൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഓരോ ക്യാമ്പുകളിലും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സെൻ്ററുകളൊക്കെ നമ്മൾ സന്ദർശിച്ചുകൊണ്ട് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യക്കാർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ലേസൺ വർക്കാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത്. അതുമാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഗ്ലോബൽ പ്രവാസി അസോസിയേഷന് പ്രത്യേകിച്ചും ഇതിനകത്ത് മുൻകൈ എടുത്ത് ഇത്തരം പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള അഭിനന്ദനങ്ങളും കൂടെ കൊല്ലം ശ്രീനാരായണ കോളേജിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. തുടർന്ന് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനവും സഹകരണവും ഇതിനകത്തുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ഇതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാൻ ഷിബു റാവുത്തർ സാറിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയമുള്ളവരെ, നമ്മുടെ
കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപ്രതീക്ഷിത പ്രളയത്തിൽ ശ്രീനാരായണ കോളേജ് എന്ന ഈ ഒരു മഹത്തായ കലാലയം കൂടി ഈ ദുരിതാശ്വാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി നടത്തിവരുന്ന ഈ ഒരു പ്രവർത്തനത്തെ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ അത് നിങ്ങളോടൊപ്പം ചേർന്ന് ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ കമ്മിറ്റിയിൽ ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മുടെ ശ്രീനാരായണ കോളേജ് ഇതുപോലുള്ള ഒരു കേന്ദ്രത്തിലേക്ക് നൽകുന്നതിനായിട്ടുള്ള സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിക്കുകയും അതനുസരിച്ച് നമ്മുടെ സംഘടനയിലെ എല്ലാ മുതിർന്ന നേതാക്കളും അത് മുക്തകണ്ഠം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങളുടെ ഈ ഒരു GKPയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ GKPയുടെ ഈ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള റാവുത്തർ ഫെഡറേഷൻ, കേരളത്തിലെ ഒരു സമുദായ സംഘടന കൂടിയാണ് റാവുത്തർ ഫെഡറേഷൻ. ഈ സമുദായ സംഘടനയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ നൗഷർ റാവുത്തർ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയും കൂടി ഇതിനകത്തേക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സിവിൽ ഡിഫൻസ് സേന കടപ്പാക്കട നിലയത്തിലെ പ്രിയപ്പെട്ട വാർഡൻ ശ്രീ മുഹമ്മദ് സുബൈൻ, അദ്ദേഹവും ഇതിനകത്തെ സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തുടർ ദിവസങ്ങളിൽ ഞങ്ങളുടെ സംഘടന വഴി നിങ്ങൾക്ക് ഇനിയും ഒട്ടനവധി സഹായ സഹകരണങ്ങൾ നേരിട്ട് വരുന്നതിന് വേണ്ടി ഞങ്ങളിലൂടെ അല്ലാതെ നേരിട്ട് ഈ കലാലയത്തിൽ എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഇതിനു വേണ്ടി ഈ NSSന് വേണ്ടി ഈ പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് NSS ഓഫീസർമാരായിട്ടുള്ള അർച്ചന മാഡം, ഡോക്ടർ സുധി മാഡം, പിന്നെ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ലൈജു സാറ്, പിന്നെ പ്രിയപ്പെട്ട NSS വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.